വലിയ ഒരു കുതിര കച്ചവടമാണ് നടന്നിരിക്കുന്നത്. ജനാധിപത്യ രാജ്യം തലകുമ്പിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാജ്യസഭയിൽ തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ രാജ്യത്തെ യുവാക്കളുടെ, പ്രത്യേകിച്ച് ജൻസികളുടെ അടക്കം കയ്യടി നേടിയ ആം ആദ്മി പാർട്ടിയുടെ MP രാഘവ് ചദ്ദ ആം ആദ്മി പാർട്ടി വിട്ടിരിക്കുകയാണ്. അദ്ദേഹം BJP-യിൽ ചേരുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ഇദ്ദേഹത്തോടൊപ്പം സ്വാതി മാലിവാളും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് അടക്കമുള്ള 10 AAP MPമാരിൽ 7 പേരും, 10 രാജ്യസഭാ MPമാരിൽ 7 പേരും രാഘവ് ചദ്ദയ്ക്കൊപ്പം പാർട്ടി വിട്ടിരിക്കുകയാണ്. രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിലാണ് ഈ 7 ആം ആദ്മി MPമാർ BJP-യിലേക്ക് പോകുന്നത്. ആദ്യ പ്രതികരണം ആം ആദ്മി പാർട്ടിയുടെ നേതാവ് മുൻ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഓപ്പറേഷൻ ലോട്ടസ് ആണെന്നും കുതിര കച്ചവടമാണ് നടന്നിരിക്കുന്നതെന്നുമാണ് AAP നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത്. തന്നോടൊപ്പം 6 MPമാർ കൂടി പാർട്ടി വിടുന്ന കാര്യം വാർത്താ സമ്മേളനം നടത്തിയാണ് രാഘവ് ചദ്ദ പ്രഖ്യാപിച്ചത്. അതായത് പഞ്ചാബിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ AAPക്ക് കനത്ത തിരിച്ചടിയാണ് MPമാരുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവരും രാഘവ് ചദ്ദയ്ക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ 3 പേർക്കൊപ്പം സ്വാതി മാലിവാൾ, ഹർഭജൻ സിംഗ്, രജീന്ദർ ഗുപ്ത, വിക്രം സാനി എന്നിവരും BJPക്കൊപ്പം ചേരുമെന്ന് രാഘവ് ചദ്ദ അവകാശപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് പഞ്ചാബിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, പഞ്ചാബിൽ ശിരോമണി അകാലിദളും കോൺഗ്രസും നേർക്കുനേർ പോരാടിയ ഒരു സംസ്ഥാനമായിരുന്നു. 5 വർഷം ശിരോമണി അകാലിദൾ ഭരിച്ചാൽ 5 വർഷം കോൺഗ്രസ് പഞ്ചാബ് ഭരിക്കും. അതായിരുന്നു പഞ്ചാബിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം. സുഖ്വീന്ദർ സിംഗ് ബാദലിനെ പോലെയുള്ള ശിരോമണി അകാലിദൾ നേതാക്കന്മാരുമായി നേർക്കുനേർ നിന്ന് പോരാടി പഞ്ചാബിൽ കോൺഗ്രസിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരായിരുന്നു ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഇന്ത്യൻ സൈന്യത്തിലെ ക്യാപ്റ്റനായി വിരമിച്ച അമരീന്ദർ സിംഗിന് പഞ്ചാബിന്റെ കോൺഗ്രസിനെ നയിക്കുകയും പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീടാണ് രാഹുൽ ഗാന്ധിയുടെയും ഇന്നത്തെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള രാഹുൽ ഗാന്ധിക്ക് ചുറ്റുമുള്ള ആരാധക വൃന്ദത്തിന്റെ അല്ലെങ്കിൽ ഉപജാപക വൃന്ദത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായി പഞ്ചാബ് PCC അധ്യക്ഷനായി മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം നവജോത് സിംഗ് സിദ്ധുവിനെ നിയമിക്കുകയാണ്. നവജോത് സിംഗ് സിദ്ധുവും ഭാര്യയും BJP വിട്ടാണ് കോൺഗ്രസിലേക്ക് വരുന്നത്. ഇരുവരെയും കോൺഗ്രസ് ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാത്ത നവജോത് സിംഗ് സിദ്ധുവിനെ പഞ്ചാബ് PCC അധ്യക്ഷനായി നിയമിച്ചു. തീർന്നില്ല, സിദ്ധു പാർട്ടിയിൽ കലാപമുണ്ടാക്കി. അമരീന്ദർ സിംഗും സിദ്ധുവും 2 തട്ടിലായി പ്രവർത്തനം ആരംഭിച്ചു. ഒടുവിൽ സിദ്ധു ഹൈക്കമാൻഡിന് മുന്നിൽ ഒരു ആവശ്യം ഉന്നയിച്ചു. തനിക്ക് മുഖ്യമന്ത്രിയാകണം, ഇല്ലെങ്കിൽ ഞാൻ പാർട്ടി വിടുമെന്ന്. താൻ പോടോ എന്ന് പറയാൻ തയ്യാറാകാത്ത ഹൈക്കമാൻഡ് ഈ നവജോത് സിംഗ് സിദ്ധു എന്ന് പറയുന്ന രാഷ്ട്രീയ ബാലപാഠം അഭ്യസിക്കാത്ത മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തെ മുഖ്യമന്ത്രിയായി നിയമിച്ചു. അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടു പുറത്തേക്ക് പോയി. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ കോൺഗ്രസ് പാർട്ടി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഡൽഹി ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി പഞ്ചാബിന്റെ ഭരണം പിടിക്കുകയും ചെയ്തു. BJP ശിരോമണി അകാലിദളിനെ ഒരു വഴിക്കാക്കിയതിനു ശേഷം കോൺഗ്രസിനെയും ഒരു വഴിക്കാക്കി. ഇപ്പോൾ 10ൽ 7 രാജ്യസഭാ MPമാരെ എപ്പം കൂട്ടി 10 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേ തന്നെ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പാർട്ടിയെ പഞ്ചാബിൽ BJP ഏകദേശം ഫിനിഷ് ചെയ്തു കഴിഞ്ഞു. 15 വർഷത്തോളം AAPക്കായി സ്വയം സമർപ്പിച്ചെന്നും എന്നാൽ ഇപ്പോൾ പാർട്ടി അതിന്റെ ലക്ഷ്യങ്ങളിൽ നിന്നും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിൽ നിന്നും വ്യതിചലിച്ചെന്നും ആരോപിച്ചാണ് രാഘവ് ചദ്ദ പാർട്ടി വിട്ടിരിക്കുന്നത്. താൻ തെറ്റായ പാർട്ടിയിലെ ശരിയായ വ്യക്തിയാണെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ ശരിയായ വ്യക്തിയാണ്, ഏതാണ് തെറ്റായ പാർട്ടി എന്നെല്ലാം കാലം തെളിയിക്കട്ടെ. എന്നാൽ BJPയുടെ കൃത്യമായ പ്ലാനിംഗ്, നേരത്തെ ആം ആദ്മി പാർട്ടിയെ ഉപയോഗപ്പെടുത്തി ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദീർഘകാലം, നീണ്ട 15 വർഷക്കാലം ഷീലാ ദീക്ഷിത് എന്ന വനിതാ മുഖ്യമന്ത്രി തന്റെ ഉള്ളം കൈയിട്ട് ഭരിച്ച ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിന്റെ ഭരണത്തെ ഇല്ലാതാക്കിയ BJP ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയെയും ശിരോമണി അകാലിദളിനെയും കോൺഗ്രസിനെയും ഒരുപോലെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതിൽ BJPയുടെ മിടുക്ക് മാത്രമല്ല, കോൺഗ്രസിന്റെ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങളും പഞ്ചാബിൽ പാർട്ടിയുടെ നാശത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാജ്യസഭയിലെ AAP MPമാരുടെ 3ൽ 2 ഭാഗവും കൂടുമാറിയതിനാൽ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കി BJPയുമായി ലയിക്കാൻ കഴിയുമെന്നാണ് രാഘവ് ചദ്ദ അവകാശപ്പെടുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണന് കൈമാറിയിട്ടുണ്ട്. നിലവിൽ 10 MPമാരുള്ള AAPക്ക് ഇതോടെ പാർലമെന്റിലെ സ്വാധീനം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. 10ൽ 7 പേർ പുറത്തു പോയിരിക്കുന്നു. 3 പേർ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുകയാണ്. അവർ ഇന്നല്ലെങ്കിൽ നാളെ പോകുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ആം ആദ്മിയുടെ
രാഷ്ട്രീയ ഭാവി രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ഏകദേശം തുടച്ചു നീക്കിയാണ് രാഘവ് ചദ്ദയും മറ്റ് 6 പേരും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത്.